ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട സഹാബി സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൽ പോകുന്നുണ്ട്. അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ വാതിൽ അടയ്ക്കപ്പെട്ട നിലയിലായിരുന്നു. വീടിൻ്റെ മുറ്റത്ത് നിന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് സലാം പറഞ്ഞ് അനുവാദം ചോദിക്കുന്നുണ്ട്. സഅദ് റളിയല്ലാഹു അൻഹു വീടിൻ്റെ പുറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ടുണ്ട് എന്നറിയുകയും നബിയുടെ സലാം മടക്കുകയും ചെയ്തു. മടക്കിയത് ചെറിയ ശബ്ദത്തിലാണ്. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഅദ് റളിയല്ലാഹു അൻഹുവിനോട് സലാം പറയുന്നുണ്ട്. അപ്പോഴും താഴ്ന്ന ശബ്ദത്തിൽ വീടിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് സഅദ് റളിയല്ലാഹു അൻഹു സലാം അടക്കുന്നുണ്ട്. നബിയെ കേൾപ്പിച്ചില്ല. സഅദ് റളിയല്ലാഹു അൻഹു സലാം അടക്കുന്നത് കേൾക്കാതിരുന്നപ്പോൾ വീണ്ടും അല്പം കൂടി ശബ്ദത്തിൽ മൂന്നാമതൊന്നുകൂടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം പറയുന്നുണ്ട്. ആ സമയത്തും പ്രവാചകനെ കേൾപ്പിക്കാതെ താഴ്ന്ന ശബ്ദത്തിൽ വീടിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു സലാം അടക്കി. സഅദ് വീട്ടിലില്ല എന്ന ധാരണയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മടങ്ങിപ്പോകവേ പ്രവാചകൻ്റെ പിന്നാലെ സഅദ് റളിയല്ലാഹു അൻഹു ഓടിച്ചെന്നിട്ട് പറഞ്ഞു, നബിയേ നിൽക്കൂ, ഒന്ന് നിൽക്കണം നബിയേ, താങ്കൾ സലാം പറയുന്നത് ഞാൻ കേട്ടു. താങ്കൾ സലാം പറഞ്ഞപ്പോൾ താങ്കളുടെ സലാം ഞാൻ മടക്കുകയും ചെയ്തു. നബി ചോദിച്ചു, സഅദേ നീ സലാം മടക്കുന്നത് ഞാൻ കേട്ടില്ലല്ലോ. സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, താങ്കളുടെ ഓരോ സലാമും വലിയ പ്രാർത്ഥനയാണ്. താങ്കൾ ധാരാളമായി ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് ഇന്ന് സലാം പറയുമ്പോൾ അത് ഞങ്ങളുടെ വീടിന് ഐശ്വര്യവും രക്ഷയും കാരുണ്യവും ലഭ്യമാകാൻ കാരണമായി തീരും. അതുകൊണ്ടാണ് നബിയെ അങ്ങേ കേൾപ്പിക്കാതെ ഞാൻ സലാം മടക്കാതിരുന്നത്. വീണ്ടും വീണ്ടും സലാം താങ്കൾ ആവർത്തിച്ച് പറയാൻ വേണ്ടിയാണ്. ഈ ഒരു സംഭവത്തിൽ നിന്നും നമ്മൾ മറ്റൊരാളുടെ വീട്ടിൽ പോകുമ്പോൾ സലാം പറഞ്ഞ് അനുവാദം ചോദിക്കണമെന്നും 3 തവണ അനുവാദം ചോദിക്കണമെന്നും ബാധ്യതയാണ് നമുക്ക് പഠിക്കാൻ കഴിയുന്നത്.